KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനാണ്. ആനിന് ഈ ലാത്തിചാർജിൽ പരിക്കേറ്റിട്ടുണ്ട്. ആനിനെയും ഇവിടെ നിന്നും മാറ്റുന്നതിന് ആവശ്യമായ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഈ മറ്റ് പ്രവർത്തകരെ ഇവിടെ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ഈ പ്രവർത്തകരോട് ഇനിയും ഇവിടെ തുടരേണ്ടതില്ല, ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, ഇവിടെ സമരം അവസാനിപ്പിക്കാം എന്നുള്ള നിലയിൽ സംസാരിക്കുകയാണ്. ആനിന് കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആനിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. മാത്യു കുഴനാടൻ MLA സംസാരിച്ച് പോയി. ഏകദേശം ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് വലിയ ബഹളമായി. ആൻ സംസാരിക്കുന്നു. അതിശക്തമായിട്ട് ജലവിരങ്കി ആവർത്തിച്ച് ചെവിയിലേക്കും വയറ്റിലേക്കും ആവർത്തിച്ച് ജലവീരങ്കി അടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സമരം. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുൻപാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ജലവീരങ്കി ആയാലും ലാത്തി ചാർജ് ആയാലും നിങ്ങൾ കണ്ടത്. നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും മുദ്രാവാക്യം വിളിക്കാനോ സമരം ചെയ്യാനോ സ്വാതന്ത്ര്യം തരാതെ ആ രീതിയിലുള്ള അടിച്ചമർത്തലാണ്. ഞങ്ങളവിടെ സമരത്തിന്റെ തുടക്ക സമയത്ത് പ്രസംഗത്തിന് ശേഷം പെൺകുട്ടികൾ മാറി നിൽക്കുന്ന സമയത്താണ് വയറ്റിലേക്കും ചെവിയിലേക്കും ആവർത്തിച്ച് ജലവീരങ്കി അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയത്. അതിനുശേഷം വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാവാമെന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡ് മൊത്തം ഒരു സർക്കിള്, ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. ആൻ സെബാസ്റ്റ്യന്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ എന്തായാലും ആനടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പോലീസ്.